ഇന്ന് നടന്ന ഒരു വലിയ യോഗം എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗമായിരുന്നു. ആ യോഗമൊക്കെ കഴിഞ്ഞു. യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ സംസ്ഥാനത്തെ പോലീസിംഗിൽ അടിമുടി മാറ്റങ്ങൾ വരുത്താനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും സമൂലമായ മാറ്റം കൊണ്ടുവരും. ഈ പോലീസ് സ്റ്റേഷനുകളെ ജനസേവാ കേന്ദ്രങ്ങളാക്കി മാറ്റാനാണ്, അല്ലെങ്കിൽ ജനസേവാ പോലീസ് സ്റ്റേഷനുകളാക്കി മാറ്റാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇതിനൊപ്പം തന്നെ എടുത്ത മറ്റൊരു വലിയ പ്രഖ്യാപനം അല്ലെങ്കിൽ തീരുമാനം എന്ന് പറയുന്നത് ലഹരി വ്യാപനത്തിന് കടിഞ്ഞാണിടാനുള്ള സർക്കാരിന്റെ നീക്കമാണ്. സംസ്ഥാനത്തെ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി വിൽപ്പന ഇല്ലാതാക്കാനായി ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട് എന്ന പേരിൽ ഓപ്പറേഷൻ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമുക്ക് ഇക്കാര്യം കൂടി പരിശോധിക്കാം. ഓപ്പറേഷൻ തൂഫാൻ ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. യെസ്, സംസ്ഥാനത്ത് വളരെ വലിയ തോതിൽ തന്നെ മയക്കുമരുന്ന് കച്ചവടം. നമ്മളിപ്പം എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാ ദിവസവും നമ്മൾ അവിടെ നിന്നും മയക്കുമരുന്ന് പിടിച്ചു, ഇത്ര കിലോ മയക്കുമരുന്ന് പിടിച്ചു, ഇന്ന ആൾക്കാരെ പിടിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ എല്ലാ ദിവസവും പറയാറുണ്ട്. അപ്പം ഈ കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ വേരറക്കാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ തൂഫാന് തുടക്കം കുറിക്കാൻ പോകുന്നത്. ജനങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന ഏതൊരു സംഭവവും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാം. മയക്കുമരുന്നിൻ്റെ ഉറവിടം കണ്ടെത്തുന്നതിനാണ് മുൻതൂക്കം നൽകിയിട്ടുള്ളത് എന്നും ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഇപ്പം വാർത്ത റിപ്പോർട്ട് ചെയ്തത് VS അനു ആണ്. VS അനു നമുക്കിപ്പം തത്സമയം ചേരുന്നുമുണ്ട്. അനു, ഗുഡ് ഈവനിങ്. ഇപ്പം കഴിഞ്ഞ 10 വർഷത്തെ പോലീസിംഗിൽ പലവിധ ആരോപണങ്ങൾ ഉണ്ടായി. അപ്പോൾ പുതിയൊരു സർക്കാർ സംസ്ഥാന പോലീസിന്റെ ശൈലി ആകെ മാറ്റുകയാണല്ലോ. അങ്ങനെയാണ് ഇപ്പം ആഭ്യന്തരമന്ത്രിയുടെ വാർത്താ സമ്മേളനം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. അതിനൊപ്പമാണ് ഓപ്പറേഷൻ തൂഫാൻ. അതിന്റെ വിശദാംശങ്ങൾ എന്ന് മുതൽ ഈ യജ്ഞം ആരംഭിക്കും? ഗുഡ് ഈവനിങ് സേതു. യഥാർത്ഥാലും സേതു പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ 1-2 പിണറായി സർക്കാരിൻ്റെ സമയത്ത് ഒരുപക്ഷേ പിണറായി വിജയൻ ഏറ്റവും അധികം ആക്രമണം നേരിട്ടത് ഈ പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരുന്നു. പോലീസിൻ്റെ ഈ ലോക്കപ്പ് മർദ്ദനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, പോലീസിൻ്റെ മുഖ്യമന്ത്രിയുടെ തന്നെ ഗൺമാൻ്റെ ഈ പറയുന്ന ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അങ്ങനെ പോലീസ് വിഷയങ്ങളാൽ വളരെയധികം തലവേദന സൃഷ്ടിച്ച ഒരാളാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ. പക്ഷേ ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല എത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് പോലീസിനെ അടിമുടി മാറ്റും എന്നുള്ളതാണ്. കാരണം ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അയാൾ കുറ്റവാളിയായിട്ടല്ല, പകരം അവിടെ എത്തുന്ന പരാതി പറയാനെത്തുന്ന അല്ലെങ്കിൽ അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം പറയാനെത്തുന്ന ആൾ അങ്ങനെ ആവണം എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത്. നമുക്കറിയാം, അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് 2.5 വർഷം ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി പ്രവർത്തിച്ചതിൻ്റെ ഒരു പരിചയം കൂടെ അദ്ദേഹത്തിനുണ്ട്. ഏതായാലും ഗുഡ് മോർണിംഗ് പറഞ്ഞും അല്ലെങ്കിൽ നമസ്കാരം പറഞ്ഞും പോലീസുകാർ അവർ സ്വീകരിക്കും എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ അതിൽ കർശനമായ നിലപാടുണ്ടാകും. സൈബർ കുറ്റകൃത്യങ്ങളിൽ കൃത്യമായ നിലപാടുണ്ടാകും. ഈ പറയുന്ന ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന അത്തരം വിഷയങ്ങളിലും ശക്തമായ നടപടി ഉണ്ടാകുമെന്നൊക്കെ അദ്ദേഹം ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രഖ്യാപനം, നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല SHOമാർക്കാണ്, അതായത് CA റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കാണ്. അത് പണ്ടുണ്ടായിരുന്ന പോലെയുള്ള SIമാരിലേക്ക് തിരികെ നൽകുന്നതിനുള്ള കാര്യം പരിശോധിക്കും. അതിനുവേണ്ടി ഹെഡ്ക്വാർട്ടേഴ്സ് DGP S ശ്രീധരന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. 15 ദിവസത്തിനകം ആ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതനുസരിച്ച് തീരുമാനിക്കുമെന്നുള്ളതാണ്. ഇനിയാണ് സേതു സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സംസ്ഥാനത്തെ ഈ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ഡി ഹണ്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ സ്കൂൾ തുറക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ കുട്ടികൾ ലക്ഷ്യമിട്ട് ഇറങ്ങുന്ന ലഹരി മാഫിയകളെ അവരെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന് പറയുന്ന പുതിയ പദ്ധതിക്ക് രമേശ് ചെന്നിത്തല വിഭാവനം ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ നടപ്പിലാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം അറിയിക്കും. എക്സൈസ്, അതുകൂടാതെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് എന്നിവരുമായി എല്ലാവരുമായും കൂടിയാലോചിച്ച ശേഷമാകും അങ്ങനൊരു പദ്ധതി തീരുമാനിക്കുക. ഏതായാലും വലിയ പ്രതീക്ഷകളുമായിട്ട് അറിയാൻ കഴിയുന്ന അനുസരിച്ച് എങ്ങനെയായിരിക്കും ഓരോ ജില്ലകളിലും ഏതെങ്കിലും ഒരു സ്ക്വാഡിനെയൊക്കെ ഇതിനു വേണ്ടി നിയമിക്കും. അവരുടെ നേതൃത്വം അതിൽ ഒരാൾ അതിന് നേതൃത്വം നൽകും. അവരുടെ നേതൃത്വത്തിൽ അന്വേഷണം, അങ്ങനെ ആയിരിക്കുമോ?
തീർച്ചയായും ജില്ലാ പോലീസ് മേധാവിമാർക്ക് തന്നെയായിരിക്കും ജില്ലകളുടെ ചാർജ് ഉണ്ടാവുക. അതിൻ്റെ ഇപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന നമ്മുടെ ഷാഡോ പോലീസ് സംവിധാനങ്ങളെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണോ അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാനുണ്ട്. ഏതായാലും പോലീസ് ഉപദേഷ്ടാവായി കേരളത്തിലെ ഏറ്റവും മികച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ആയിരുന്ന ഹേമേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽ വന്നിട്ടുണ്ട്. സ്വാഭാവികമായ ഒരു മാറ്റം പോലീസിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ അനു, ശരി, വ്യക്തമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ പോലീസിംഗിൽ, സംസ്ഥാന പോലീസിംഗിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് കുറേ അധികം പരാതികളും ആക്ഷേപങ്ങളും ഒക്കെയും ഉണ്ടായിരുന്നു. പുതിയൊരു സർക്കാർ വന്നു, പുതിയൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. പിന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് നേരത്തെയും ആഭ്യന്തരമൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. അപ്പം ഒരു സമൂല മാറ്റം സംസ്ഥാന പോലീസിംഗിൽ വരുന്നു എന്ന് സാരം. അത് ഏറ്റവും താഴെ മുതൽ അങ്ങ് ഉന്നതങ്ങളിൽ വരെ അതിൻ്റെ മാറ്റം പ്രതിഫലിക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്.